പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ ജൂൺ 4 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നാളെയാണ്. നമുക്കറിയാം ഏപ്രിൽ 26-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ആരംഭിച്ചത്. 7 ഘട്ടങ്ങൾ കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി വോട്ടെടുപ്പ് അവസാനിച്ചു. ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കുകയാണ്. ആ വോട്ടെണ്ണൽ നടക്കുന്നതിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കേരളത്തിലെ CPMകാരുടെ അല്ലെങ്കിൽ CPMൻ്റെ അണികളുടെ അല്ലെങ്കിൽ CPM പാർട്ടി മെമ്പർമാരുടെ മനസ്സിലൂടെ പോകുന്ന വികാരങ്ങൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 542 അംഗ ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ CPM, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. എന്നാൽ കേരളത്തിൽ കോൺഗ്രസിനെതിരായിട്ടായിരുന്നു മത്സരം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 542 അംഗ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ 23 സീറ്റുകളിലാണ് CPM ഇത്തവണ മത്സരിച്ചത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ എണ്ണം CPM മത്സരിക്കുന്നത് ബംഗാളിൽ നിന്നായിരിക്കും. ഏതാണ്ട് 42-43 സീറ്റ് ബംഗാളിലുണ്ട്. അവിടെ നിന്നാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ CPMകാർ മത്സരിക്കുക. പക്ഷേ 2011-ന് ശേഷം CPM എന്ന് പറഞ്ഞ പാർട്ടി അവിടെ ഇല്ല. ആ പാർട്ടി അവിടെ അന്തരീക്ഷത്തിൽ വിലയും പ്രാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇത്തവണ മത്സരിക്കുന്നത് 5 പേരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടുന്ന് 5 പേർ മത്സരിക്കുന്നുണ്ട്. പിന്നെ CPM മരിക്കാതെ മരണശയ്യയിലാണെങ്കിലും ജീവിക്കുന്ന കേരളത്തിൽ 15 സീറ്റിൽ CPM മത്സരിക്കുന്നുണ്ട്. അപ്പോൾ 15-5 20 സീറ്റ്. 2 സീറ്റ് തമിഴ്നാട്ടിൽ DMK മുന്നണിയുടെ ചിറകിലേറി അവിടെ 2 സീറ്റ് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ 22. 1 സീറ്റ് രാജസ്ഥാനിൽ മത്സരിക്കുന്നുണ്ട്, 23. ത്രിപുരയിൽ 10-25-30 വർഷക്കാലം CPM ഭരിച്ചതാണെങ്കിൽ അവിടെ CPM ഇല്ലാത്തതുകൊണ്ട് അവിടെ മത്സരം ഇല്ല. അപ്പോൾ ഇതാണ് CPMൻ്റെ ഒരു അവസ്ഥ. 23 സീറ്റുകളിലാണ് CPM ഈ 542 അംഗ ലോക്സഭയിൽ ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഔദ്യോഗിക പാർട്ടി എന്നുള്ള നിലയിലുള്ളൊരു അംഗീകാരം എന്തായാലും CPMന് നഷ്ടപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം 12 സീറ്റിലെങ്കിലും മത്സരിച്ച് ജയിച്ചാൽ മാത്രമേ അത് കിട്ടൂ. അതെന്തായാലും അതിന് സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അംഗീകാരം പോകുന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 23 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMകാരൻ്റെ മനസ്സിൽ എന്തായിരിക്കും ചിന്തകൾ എന്നുള്ളതിനെക്കുറിച്ചിട്ട് ചില നിരീക്ഷണങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ CPMന് വിജയപ്രതീക്ഷയുള്ള സീറ്റുകൾ എത്രയാണ് ഈ 23-ൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ ബംഗാളിൽ അവർക്ക് തന്നെ വിജയപ്രതീക്ഷ വലിയ കാര്യമായിട്ടൊന്നുമില്ല. വല്ല ഒന്നിലൊക്കെ ജയിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു അതിരിവിട്ട പ്രതീക്ഷയുണ്ടെന്നാലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. രാജസ്ഥാനിലും ജയിക്കാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ജനസാധ്യതയുള്ളത് തമിഴ്നാട്ടിലെ 2 സീറ്റുകളിലാണ്. അതിലൊന്നിൽ എന്തായാലും ഉറപ്പായി ജയിക്കും, മറ്റ് രണ്ടാമത്തതിൽ ജയിക്കും എന്നാണ് പ്രതീക്ഷ. പിന്നെ മത്സരിക്കുന്നത് കേരളത്തിൽ 15 സീറ്റിലാണ്. കേരളത്തിൽ 15 സീറ്റിൽ 1, 2 എന്നൊക്കെ ഉള്ള നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല എന്നുള്ള നിലയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്, 1 എന്നുള്ള നിലയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് 4-ലേക്ക് പോകുന്നുള്ള നിലയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു 0 മുതൽ ഒരു 2 വരെ എന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ 3-4 സീറ്റുകൾ അഖിലേന്ത്യാ തലത്തിൽ കിട്ടിയാലായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റ് കിട്ടുകയും കേരളത്തിൽ നിന്ന് 1-2 സീറ്റുകൾ കിട്ടുകയും ചെയ്യുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും കൂടെ ചെയ്താൽ പിന്നെ ഭരണപക്ഷമാണ് CPM. അങ്ങനെ ഒരു ചിന്ത CPMകാരുടെ മനസ്സിലുണ്ട്.
ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ 2-3-4 സീറ്റുകൾ നേടിയാൽ പിന്നെ ഭരണമുന്നണിയാണല്ലോ എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. ഇനി ഇന്ത്യ മുന്നണി തോറ്റാലോ? ഇന്ത്യ മുന്നണി തോറ്റാൽ അത് UDFൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത വിളിച്ച് രംഗത്ത് നിൽക്കാം. ഇപ്പോൾ AK ബാലൻ വന്നിട്ട് എന്താ പറയുന്നത്? AK ബാലൻ പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോറ്റാൽ സ്വാഭാവികമായും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ CPM വരും. അപ്പോൾ രണ്ട് ഭാഗത്തും ഉണ്ട് അവർക്ക് സ്റ്റേക്ക്. ഇന്ത്യ മുന്നണി ജയിക്കുകയും 1-2 സീറ്റ് കിട്ടുകയും ചെയ്താൽ അവർ എന്താവും? അവർ ഭരണകക്ഷിയാവും. ഇന്ത്യ മുന്നണി തോറ്റാൽ ഉടനെ കോൺഗ്രസിനെതിരെ പ്രസ്താവനയുമായി അവർക്ക് രംഗത്ത് വരാം. എന്തായാലും കേരളത്തിലെ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം ശാന്തമാണ് അവരുടെ മനസ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആശങ്ക, ആ പിരിമുറുക്കം അവർക്കുണ്ട്. കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ അവർക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ വളരെ ആകാംക്ഷയോടുകൂടി റിസൾട്ട് കാത്തിരിക്കുകയാണ്. BJPക്കാർക്കും ഒരല്പം സന്തോഷവും ഇത്തിരി ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. കാരണം ഒരു 1-2 സീറ്റുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു സീറ്റിലെങ്കിലും കേരളത്തിൽ ജയിക്കുമെന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ട്, തോന്നൽ അവർക്കുണ്ട്. എക്സിറ്റ് പോളുകളെല്ലാം തന്നെ അവരുടെ ജയം അഖിലേന്ത്യാ തലത്തിൽ പ്രവചിച്ചിട്ടുള്ളതുകൊണ്ട് 3ാമത് അധികാരത്തിൽ വരാമെന്നുള്ള ഒരു അമിത ആത്മവിശ്വാസവും അവർക്കുണ്ട്. പക്ഷേ CPMകാരെ സംബന്ധിച്ചിടത്തോളം അതിദയനീയമാണ് അവരുടെ സ്ഥിതി. ഒരു സമയത്ത് 30-40 MPമാർ വരെയൊക്കെ 2004 ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അംഗീകാരം പോകുമെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിൽ ഇനി ഒരു സീറ്റ് പോലും കിട്ടാതെ പോയാലോ എന്നുള്ള സംശയം അവർക്കുണ്ട്. ആ ഒരു അങ്കലാപ്പ്, ആശങ്ക അവർക്കുണ്ട്. ഇനി അതും കഴിഞ്ഞ് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാതെ പോവുകയും ഒരു സീറ്റിൽ BJP ജയിക്കുകയും കൂടെ ചെയ്താലുള്ളൊരവസ്ഥ എന്താകും എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്ക അതിനേക്കാൾ കൂടുതൽ അവർക്കുണ്ട്. അതായത് CPMന് 0വും BJPക്ക് 1 എന്നുള്ള നിലയിലേക്ക് പോകുമെന്നുള്ള സംശയം അവർക്കുണ്ട്. അവർക്ക് ആകെപ്പാടെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വടകരയിൽ എങ്ങനെയെങ്കിലും ശൈലജ ടീച്ചർ ഒന്ന് ജയിച്ച് കിട്ടണം, കേരളത്തിൽ 2-3 സീറ്റ് അവിടെ ഇവിടേക്ക് ഒന്ന് ജയിക്കണം. ഇത്രയേ ഉള്ളൂ അവർക്ക്. അവരുടെ മനസ്സിൽ ഉള്ള ചിന്ത അതുമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് പൊതുവിൽ ശാന്തമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് അവർക്ക് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ എന്നുള്ള വകയൊന്നുമില്ല. വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനില്ല എന്നുള്ളത് സംബന്ധിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവർ റീകൺസൈൽഡ് ആയതുകൊണ്ട് അവർക്ക് വലിയ തരത്തിൽ ആകാംക്ഷയൊന്നും നാളെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനില്ല. 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവരുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാകും എന്നുള്ളതാണ് അവസ്ഥ. സുഹൃത്തുക്കളെ, ഞാനിതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അധപ്പതനവും അതിൻ്റെ ജീർണതയും ഒക്കെ ഒന്നുകൂടി എൻ്റെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു 30-40 MPമാർ 2004 ഉണ്ടായിരുന്ന പാർട്ടിയുടെ 2024 അതിൻ്റെ വളർച്ചയാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ അതില്ല. കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവർ കുറച്ച് ആവേശകരമായ പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രചരണം കൊണ്ടൊന്നും അത് സീറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. ത്രിപുരയിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല. കേരളത്തിൽ 15 സീറ്റ് മത്സരിക്കുമെങ്കിലും 1-2 ഒക്കെ ജയിക്കുമോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് വലിയ വളർച്ചയാണ് ഈ 2004 നിന്ന് 2024 ആയപ്പോഴത്തേക്കും CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഉണ്ടായത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് വിശദമായി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. വോട്ടെണ്ണൽ നടക്കുന്നതിന് മുമ്പ് CPM അണികളുടെ മനസ്സിൽ എന്തായിരിക്കും, എന്ത് ചിന്തകളായിരിക്കും അവരെ മഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഞാൻ ഈ വോട്ടെണ്ണലിന് മുമ്പുള്ള ഈ അവസാന വേളയിൽ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്.